ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഹൂക്കും ലൂപ്സൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. ഇതൊക്കെയാണ് ഹൂക്സ്, അതുപോലെ ഈ ലൂപ്സ് ഇത് ഒക്കെ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നത് കാണാം. ഇതിനായിട്ട് ഞാൻ 4 സ്ട്രാൻഡ്സിലാണ് നൂലെടുക്കുന്നത്. നൂലെപ്പോഴും എടുക്കുന്നത് പോലെ എടുത്തതിന് ശേഷം അത് ഒരു പ്രാവശ്യം മടക്കിയിട്ട് അത് സൂചി വഴി കോർത്തെടുത്ത് പിന്നെ നമ്മൾ നോട്ടിട്ട് കൊടുക്കുമ്പോൾ അത് 4 സ്ട്രാൻഡ്സ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. ആദ്യം ഞാൻ ഈ ഹൂക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഈ ബ്ലൗസിലൊക്കെ നമ്മൾ വയ്ക്കുന്നതാണ് ഈ ഹൂക്ക്. ഈ ഹൂക്ക് നമുക്ക് 2 ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്യാം. ആദ്യത്തെ 2 ടൈപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു വലിയ നീഡിൽ വേണം. കുറച്ച് തിക്കായിട്ടുള്ള ഒരു നീഡിൽ എടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ടെടുക്കണം. അതായത് ഒരു 1/4 ഇഞ്ച് അതിന് കുറവായിട്ട് തന്നെ 1/4 ഇഞ്ചിനകത്ത് വരുന്ന രീതിക്ക് അങ്ങനെ കുത്തി ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കണം. എന്നിട്ട് ആ ഹൂക്കിനെ എടുത്തിട്ട് ഇങ്ങനെ കമഴ്ത്തി പിടിക്കണം. കമഴ്ത്തി പിടിച്ചിട്ട് താഴത്തെ ആ ഹോൾ വഴി അകത്തോട്ട് പോയിട്ട് മുകളിലത്തെ ഹോൾ വഴി അങ്ങനെ എടുക്കണം. അതങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് താഴെ കുത്തിയിട്ട് മുകളിലോട്ട് എടുത്തതിന് ശേഷം ഇങ്ങനെ തിരിച്ച് നിവർത്തി കൊടുക്കണം. അപ്പോൾ നമുക്കത് അവിടെ മുകളിലത്തെ ഭാഗം അവിടെ ഫിക്സായി കിട്ടും. ഇനി നമുക്ക് ഈ താഴത്തെ ഭാഗത്ത് ഈ 2 ലൂപ്പായിട്ടിരിക്കുന്നല്ലോ, ആ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് ഇതുപോലെയും ചെയ്യാം. ഇനി വേറൊരു മോഡലുണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് നമ്മൾ ഹെമ്മിങ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഇവിടെ ആ ലൂപ്പിൻ്റെ പുറത്തു നിന്ന് കുത്തിയിട്ട് അകത്തേക്ക് എടുക്കണം. വീണ്ടും അതുപോലെ തന്നെ പുറത്തു നിന്ന് അകത്തേക്ക് കുത്തിയിട്ടെടുക്കണം. എന്നിട്ട് നമ്മൾ ഹെമ്മിങ് സ്റ്റിച്ചിന് ഈ ത്രെഡ് ഇതിൻ്റെ പുറത്തു കൂടി ഇട്ട് കൊടുക്കുമല്ലേ, അതുപോലെ തന്നെ ഇവിടെയും ഇട്ട് കൊടുക്കണം. വീണ്ടും അതുപോലെ തന്നെയാണ് പുറത്തു നിന്ന് അകത്തേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് ആ ത്രെഡ് അതിൻ്റെ സൂചിയുടെ മുകളിൽ കൂടി ചുറ്റി കൊടുക്കുക, എന്നിട്ട് വലിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഒരു സൈഡ് ഒരു 3 അല്ലെങ്കിൽ 4 ടൈംസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സൈഡ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ 4 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടൈം ലാഭിക്കാം, പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് 2 സ്ട്രാൻഡ്സ് എടുത്തിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. കുറേ ടൈം എടുക്കും, പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല ഫിനിഷിങ്ങോടുകൂടെ ഉള്ള വർക്കായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ ആ മുകളിലത്തെ ഭാഗം ക്ലോത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് നീക്കിയിട്ട് സൂചി ഇങ്ങനെ കുത്തിപ്പൊക്കി എടുത്തതിന് ശേഷം ആ ത്രെഡൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുത്തിട്ട് വലിച്ചെടുത്താൽ മതി. നമുക്കവിടെ നോട്ട് വീഴുന്ന് സ്റ്റോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് മുകളിൽ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് കാണാം. അതിനായിട്ട് നമ്മൾ ഈ ഹൂക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ പെരുവിരൽ കൊണ്ട് ഇതിനെങ്ങനെ പിടിച്ച് വെച്ചിരിക്കണം. ഇടത് കൈ പെരുവിരൽ കൊണ്ട് പിടിച്ച് വെച്ചതിന് ശേഷം പഴയതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ മുകളിൽ അതിന് ഫിക്സ് ചെയ്യാത്തത് കൊണ്ട് അതങ്ങനെ ആടും. അതുകൊണ്ടാണ് നമ്മൾ ഈ പെരുവിരൽ കൊണ്ട് ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ 2 സൈഡും ഈ ഹെമ്മിങ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മുകളിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അതിനെ ഫിക്സ് ആക്കി വെക്കണം. അതിനായിട്ട് ആദ്യം ഈ ത്രെഡിൻ്റെ അതിൻ്റെ അകത്ത് കൂടെ ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒരു 3-4 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതവിടെ അങ്ങനെ ഫിക്സ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൂപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. ലൂപ്പ് നമ്മളിതിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം അവിടെ ഇതുപോലെ 2 കുഞ്ഞു ലൂപ്പ് പോലെ കാണും. അവിടെയും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ ഹെമ്മിങ് സ്റ്റിച്ച് ഇവിടെയും ആ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിന് പകരം ത്രെഡ് കൊണ്ട് നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് അതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അത് 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മുകളത്തെ ഭാഗം ഇങ്ങനെ ഇളകി നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഇങ്ങനെ പിടിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ താഴത്തെ എൻഡിൽ ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതവിടെ നന്നായിട്ട് ഫിക്സായി കിട്ടും. ഇനി ഇതിൻ്റെ ത്രെഡ് കൊണ്ടുള്ള ലൂപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ഞാൻ 4 സ്ട്രാൻഡ്സ് നൂലാണ് എടുത്തിട്ടുള്ളത്. താഴേന്ന് മുകളിലോട്ട് കുത്തിയിട്ട് ഒരു 1/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും ഇടയ്ക്കുള്ള ഭാഗമായിട്ട് വീണ്ടും അങ്ങ് കുത്തിയിട്ട് അതേ പ്ലേസിലോട്ട് മുകളിലോട്ട് എടുക്കുക. അങ്ങനെ ഒരു 3 ടൈംസ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
ഒരു 3 ടൈംസൊക്കെ നിങ്ങളിതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ എന്തെന്ന് വെച്ചാൽ കൂടിപ്പോയാൽ അത് കുറച്ച് തിക്നെസ് കൂടും. അപ്പോൾ നമുക്ക് ആ ഹൂക്ക് അതിൻ്റെ അകത്തുകൂടി നമുക്ക് കോർക്കാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടൊരു 3 ടൈംസ് നിങ്ങളിത് ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തുകൂടി സൂചി കോർത്തെടുക്കണം. നൂലിങ്ങനെ കറക്കിയിട്ടിട്ട് അതിൻ്റെ അകത്തുകൂടി ഇങ്ങനെ കോർത്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഈ അറ്റത്ത് തുടങ്ങി നെക്സ്റ്റ് അറ്റം വരയ്ക്ക് നിങ്ങളിതുപോലെ കോർത്ത് ഇതുപോലെ എടുക്കണം. ലാസ്റ്റ് എൻഡ് വരയ്ക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ സൂചി അങ്ങ് കുത്തി അകത്തേക്ക് പോയിട്ട് അവിടെ നമുക്ക് നോട്ടിട്ട് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഹൂക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. ഇത് നമ്മുടെ സ്കേർട്ടുകളിലും അതുപോലെ പാൻസിലുമൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്ന ഹൂക്കാണ്. ഇതിൽ ആദ്യം മുകളിൽ 2 സൈഡും ഒരു ഹോള് കാണും. അതിൽ ആദ്യം 2 സൈഡ് അതുപോലെ തന്നെ ഹെമ്മിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതുവഴിക്ക് നെക്സ്റ്റ് സൈഡ് പോയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് അതുവഴിക്ക് നമുക്ക് ഇപ്പുറത്തെ സൈഡ് വരാം. വന്നതിന് ശേഷം നമുക്ക് ഇവിടെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ താഴെ അതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെയും താഴെ അറ്റത്തും അതുപോലൊരു ഹോളുണ്ട്. അവിടെയും നമുക്കിതുപോലെ തന്നെ ഹെമ്മിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഹൂക്കും നമുക്ക് ഫിക്സ് ചെയ്ത് കഴിയും. ഇതിൻ്റെ ലൂപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിലും താഴെയും മുകളിലും നമുക്ക് ഹോൾ ഉണ്ടാകും. അവിടെ നമുക്കിതുപോലെ തന്നെ താഴെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ സ്റ്റോപ്പ് ചെയ്ത് നേരെ മുകളിലോട്ട് പോയിട്ട് അവിടെയും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നമ്മൾ ക്ലോത്തിലും നമുക്കിതുപോലെ ലൂപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.